സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന അദ്ദേഹത്തിന്റെ സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എന്തുകൊണ്ടാണ് സിപിഎം നടപടിയെടുക്കാത്തത്? അവരെ ഭയന്നിട്ടാണ്. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ മന്ത്രിമാരുൾപ്പെടെയുള്ള മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള പേരുകൾ അവരുടെ പങ്കാളിത്തം പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. മാത്രമല്ല, ശബരിമലയിൽ അഫിഡവിറ്റ് കൊടുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടും തിരുത്തണമെന്ന് തീരുമാനിച്ചിട്ടും അവിടെയും ഇവിടെയും ഇല്ലാത്തൊരു തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പണ്ഡിതരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സമയത്ത് പിണറായി വിജയൻ പണ്ഡിതരോട് ചോദിച്ചിട്ടാണോ അവരെ കയറ്റിയത്? ആണോ? അല്ല. അപ്പൊ അഫിഡവിറ്റ് തിരുത്തോ എന്ന് ചോദിച്ചാൽ തിരുത്തും, തിരുത്തില്ല എന്ന് ചോദിച്ചാൽ തിരുത്തില്ല എന്നുള്ള അഴകുഴമ്പൻ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ആളുകൾക്ക് മുഖ്യമന്ത്രിയും ഭരണകൂടവും സിപിഎമ്മും കൊട പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച തന്നെയാവും. കുടിവരവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള തെളിവില്ല എന്നാണ് പറയുന്നത്. UDF ഭരണസമിതിക്ക് വലിയ ആരോപണമൊക്കെ ഒരു തെളിവില്ല. കാരണം എന്താ? ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. കറക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ചാണ്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അത് നടത്തിയത് എന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തുകയും അതിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. അത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറെ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. തൃശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് EDയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതുപോലെ ഇപ്പൊ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPIക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാർ VD സതീശനാണ് മാധ്യമങ്ങളെ കാണുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് VD സതീശൻ. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊടിമര പുനർനിർമ്മാണ കേസിലെ ആശ്വാസകരമായ കോടതി വിധിയിലും അദ്ദേഹത്തിന്റെ പ്രതികരണം.